ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് ജമ്മുവിലെത്തും. ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗത്തിലും ജെ.പി. നദ്ദ പങ്കെടുക്കും. ഗൗതം ആനന്ദനാരായണൻ ചേരുന്നു. ഗൗതം, വലിയ പ്രതീക്ഷകളോടെയാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ എത്തുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ജമ്മുവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ.പി. നഡ്ഡ പങ്കെടുക്കുന്നത്. ഒരു ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ജമ്മു കശ്മീരിലേക്ക് എത്തുന്നത്. വരുന്ന സെപ്റ്റംബർ മാസത്തിന് മുൻപ് ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം സുപ്രീം കോടതി തന്നെ ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണ നൽകിക്കൊണ്ട് വിധിപ്രസ്താവം ഇറക്കുമ്പോഴും അവിടെ തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നൽകിയിരുന്നു. അതിനാൽ വളരെ വേഗത്തിൽ തന്നെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. 2016 അവസാനമായി കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നീട് 2019 ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. അതൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും അവിടെ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കും എന്നതിനാൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനായി സജ്ജമാവുകയാണ്. 2016 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി.ജെ.പി. 25 സീറ്റ് നേടി രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരുന്നു. 27 സീറ്റുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി മെഹബൂബ മുഫ്തിയുടെ PDP ആണെന്ന് ഒന്നാമത്തെ വലിയ കക്ഷിയെങ്കിൽ 25 സീറ്റുമായി ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങനെ PDPയും ബി.ജെ.പിയും ചേർന്ന് അവിടെ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉണ്ടാവുകയും പിന്നീട് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് അവിടെ ഈ സഖ്യം വഴി പിരിഞ്ഞ് മുന്നോട്ട് പോവുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തതുമെല്ലാം ചരിത്രമാണ്. എന്തായാലും കശ്മീരിന്റെ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടുതൽ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് ജനങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നടന്നിട്ടുള്ള കനത്ത പോളിംഗ് ഇതെല്ലാം ഒരു പോസിറ്റീവ് സൈനായി ബി.ജെ.പി. കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പി. അവിടെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നത്. അനിൽ നമ്പ്യാർ.